കാലഘട്ടത്തിൻ്റെ കാലൊച്ചകൾക്കനുസൃതമായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കും. കാലത്തിൻ്റെ കുസൃതികൾ അറിയാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്ന മനസ്സുമായി കലാലയത്തിൻ്റെ പടികൾ കയറി ഒരു ദേശാടനം പൂർത്തിയാക്കിയിരിക്കുന്നു. നോവിൻ്റെ കണ്ണീരോടെ ഓരോരുത്തരും പടിയിറങ്ങി വരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ വർണ്ണബിന്ദുക്കൾ. അറിയാതെ വഴുതിപ്പോയ ആ വില പിടിച്ച മുത്തുകൾ ഇനി എവിടെ തിരഞ്ഞാലാണ് കിട്ടുക എന്നറിയില്ല. എന്നാലും എന്നും ഓർമ്മിക്കാനും ഓമനിക്കാനും കൊഴിഞ്ഞുപോയ കുറെ ധന്യമായ നിമിഷങ്ങളും നെയ്തെടുത്ത കിനാക്കളും മാത്രം. നാളെ മുതൽ നമ്മൾ മറ്റൊരു ലോകത്തേക്കാണ് കാലെടുത്തു വെക്കുന്നത്. ഒരുപാട് വെട്ടിപ്പിടിക്കാനും മുന്നേറാനും ഒക്കെ ഉണ്ടാകാം. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓർത്തെടുക്കാൻ ഒരുപാട് ഓർമ്മകളും കൊണ്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. മൗനനൊമ്പരങ്ങളുടെ വിതുമ്പലുകളിൽ സ്നേഹത്തിൻ്റെ കണ്ണീർ തരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നമുക്കിടയിൽ നിന്ന് ജീവിതത്തിലെ ഒരു നല്ല കാലം കൂടി കാലയവനികക്കുള്ളിൽ മറയുകയാണ്. ചില രാത്രികൾ ഉറക്കമില്ലാതാവുന്നു, ചില പകലുകളിൽ സ്വസ്ഥതയില്ലാതാവുന്നു. ഇന്ന് ഈ മഹാത്മാ നമ്മുടേതാണ്. കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കാനും കളിക്കാനും സ്വാതന്ത്ര്യമുള്ളവർ. പക്ഷേ നാളെ മറ്റാരുടെയോ ആയിത്തീരാം. പുതിയൊരു അധ്യയന വർഷം മുതൽ നമുക്കവിടെ കളിക്കാനാവില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ആ ഗേറ്റ് വരെ മാത്രം. ക്യാമ്പസ് അതൊരു ജീവിതം തന്നെയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ജീവിതം. എൻ്റെ കൂട്ടുകാർ അവരോടൊത്ത് ചിലവഴിച്ച നിമിഷങ്ങൾ, കളിച്ചും ചിരിച്ചും പരസ്പരം പാരവെച്ചും കഴിഞ്ഞ ഇടവേളകൾ, ബോറടിക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയ സമയങ്ങൾ, ടിക്കറ്റിന് പൈസ തികയാതെ വരുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സന്തോഷവും ദുഃഖവും പ്രണയവും വിരഹവും വേദനയും നൊമ്പരവുമെല്ലാം പങ്കുവച്ച നിമിഷങ്ങൾ, പരീക്ഷാ ചൂടിൻ്റെ സമയത്തും കളിച്ചും വായി നോക്കി നടന്ന ദിവസങ്ങൾ, അവസാനം റിസൾട്ട് വരുമ്പോൾ പരസ്പരം മാർക്കുകൾ പറഞ്ഞ് ചിരിച്ചും കളിയാക്കിയും ആവലാതി പറഞ്ഞും കുശുമ്പ് കാട്ടിയും നടന്ന സമയങ്ങൾ, കൂടെ നിന്ന് പാസ്സായവന്റെ മുഖത്ത് നോക്കി അസൂയാലുക്കളായി വിളിച്ച തെറികൾ. തിരിച്ചുവരവില്ലാത്ത ഈ ലോകത്തിൽ കൊഴിഞ്ഞു പോകുന്ന കലാലയ ജീവിതം പകരം വെക്കാൻ മറ്റൊന്നുമില്ല ഇങ്ങനെയുള്ള കുറേ ഓർമ്മകളല്ലാതെ. ഇനി മുതൽ ഈ മഹാത്മാ കോളേജ് നമുക്കായി തുറക്കപ്പെടുകയില്ല. വലിയ വായിൽ ശകാരിക്കാൻ നമ്മുടെ സ്വന്തം അനിത മിസ് ഇനി നമ്മുടെ മുന്നിലില്ല. ലേറ്റായി വന്നാലും ഫോർമൽ ഡ്രസ്സിൽ വന്നില്ലെങ്കിലും തിരിച്ചയക്കാൻ ലത്തീഫ് സറോ സത്താർ സറോ ഇല്ല. ക്യാമറകളെ പോലും തോൽപ്പിക്കുന്ന നിരീക്ഷണ പാഠവുമായി കൗസർ സർ ഇല്ല. ഒരുപാട് നോട്ടെഴുതിക്കാൻ സത്യൻ സർ ഇല്ല. ബോറടിക്കുന്ന ക്ലാസ്സിനെ ഉന്മേഷഭരിതമാക്കാൻ പാട്ടുപാടിത്തരുന്ന സജിന മിസ് ഇല്ല. ടൂറും ആനുവൽ ഡേയും ഓർഗനൈസ് ചെയ്യാൻ ബദറു സറും ഇസ്മായിൽ സറുമില്ല. പാട്ടുപാടാനും കളിക്കാനും ചിരിക്കാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേശ് സാറിൻ്റെ ക്ലാസ് ഇല്ല. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് ബെസ്റ്റ് ബാച്ച് ഇൻ അവർ കോളേജ്. ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി കളിച്ചു നടന്ന ദിവസങ്ങൾ, വിശ്രമമില്ലാത്ത പരിശീലനങ്ങൾ, പ്രാക്ടീസ് ശരിയാവാത്തപ്പോൾ ടീം ലീഡറിൻ്റെ തെറികൾ, അവസാനം ഒരുവിധം തട്ടിക്കൂട്ടി സ്റ്റേജിലേക്ക്. വേദിയിലും ക്യാമ്പസിലും ഒരുപാട് വേഷം കെട്ടി കഥാപാത്രങ്ങളായി, വിദ്യാർത്ഥികളായി, സുഹൃത്തുക്കളായി, കാമുകി കാമുകന്മാരായി. വടക്കൻ കാറ്റുമേറ്റ് പാറിപ്പറക്കുന്ന മുടിയേകളെ തഴുകിക്കൊണ്ട് കടന്നു വരുന്ന മൊഞ്ചത്തിമാരെ സ്വന്തമാക്കാൻ പലരും മത്സരിച്ച് ശ്രമിച്ചു. ചിലർ പ്രണയത്തിൻ്റെ മധുരമായ സുഖം നുകർന്ന് ക്യാമ്പസിൽ പറന്നു കളിച്ചു. മറ്റു ചിലർ പ്രണയത്തെക്കാളും സൗഹൃദത്തിന് വില കൽപ്പിച്ചു. ഓർമ്മകളുടെ നിശബ്ദ സംഗീതം, നഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ, പിന്നെ അടക്കാനാവാത്ത വിതുമ്പലുകൾ. ഒടുവിലെല്ലാം കണ്ണീരിനാൽ നനഞ്ഞ ഒരു പുഞ്ചിരിയിലൊതുക്കി നേർത്ത നെടുവീർപ്പിലാക്കി ചിരിക്കാവുന്ന ഒരു നല്ല നാളെയിലേക്ക് കണ്ണും നട്ട് നമ്മൾ. മാർച്ചില്ലാത്ത കലാലയമാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ഓരോ മാർച്ച് മാസവും സുഹൃത്ത് ബന്ധങ്ങളെ അകൽച്ചയിലേക്ക് നയിക്കുന്നു. കൂടെ മറക്കാനാവാത്ത നൊമ്പരങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട റഹ്മാൻ സർ. അധ്യാപനം ജീവിത സേവനം എന്ന് കാണിച്ചു തന്ന് യൗവന പൂങ്കാവനത്തിൽ നിന്ന് ആശകളും പ്രതീക്ഷകളും ബാക്കിയാക്കി മരണമെന്ന വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന പ്രിയപ്പെട്ട റഹ്മാൻ സർ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവുമെന്ന വാക്കല്ലാതെ
മറ്റൊന്നും ഞങ്ങൾക്ക് തരാനില്ല. ഒരുപാട് വേദന സഹിച്ച് ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചു കാണിച്ചു. ആ സമയം അത്രയും നിങ്ങൾ മനസ്സിനകത്ത് കരയുകയായിരുന്നെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങളെ വിധി തട്ടിയെടുത്തിരുന്നു. വി പ്രൗഡ് ഓഫ് യു റഹ്മാൻ സർ ആൻഡ് എ ബിഗ് സല്യൂട്ട് ഫോർ യു. വേർപിരിയലിന്റെ അവസാനം വരെ ബന്ധം അതിന്റെ ആഴം തിരിച്ചറിയുകയില്ല. എല്ലാ കൂടിച്ചേരലും ഒരിക്കൽ വേർപാടിൽ അവസാനിക്കും. അതങ്ങനെ തന്നെ വേണം താനും. അത് കാലത്തിന്റെ നിയമമാണ്. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ഇന്നലെകളുടെ ഓർമ്മകൾക്ക് ഒരായുസിന്റെ വേദനയുണ്ട്. സൗഹൃദം ഒരു തിരിച്ചറിവാണ്. തൻ്റെ ഹൃദയത്തിന്റെ താളം മറ്റൊരു ഹൃദയമിടിപ്പിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന സുഖമുള്ള തിരിച്ചറിവ്. Behind every successful person there is a human being to him as friend. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു പുഞ്ചിരിയിൽ എല്ലാം മറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല സ്നേഹബന്ധങ്ങളിൽ ഒന്ന്. വിട പറഞ്ഞ വഴികളിൽ പ്രിയ സുഹൃത്തുക്കൾ നൽകിയ മധുരമുള്ള ഓർമ്മകളെ താലോലിക്കുമ്പോൾ അറിയാതെ കൊതിച്ചു പോകും ആ വഴിയിലൂടെ ഒന്നുകൂടി നടക്കാൻ. മഴമേഘങ്ങൾക്കും മഴവെല്ലിനുമപ്പുറം മണ്ണിലും മനസ്സിലും സ്നേഹത്തിന്റെ 1000 ഓർമ്മകൾ തീർത്ത നമ്മുടെ സൗഹാർദ്ദം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. We love you Mahatma, we gonna miss you. Thanks for all wonderful memories and it's time to say goodbye. It's from Final BCom 2015.